നമുക്കിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ട്രാക്കർ ചെയ്യാം. ഒരു A4 ഷീറ്റ് എടുക്കുക. അതിൽ നമ്മൾ എത്രയാണോ ഹാബിറ്റ്സ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ളതും, പിന്നെ ഒരു മാസത്തേക്കുള്ളതാണെങ്കിൽ ഒരു മാസത്തേക്ക് എത്രയാണോ എന്താ പറയുക 30 ദിവസം 31 ദിവസമാണോ എന്നുള്ളതനുസരിച്ചിട്ടുള്ള കോളംസ് റോസും വരച്ചു കൊടുക്കാം. ഞാനിവിടെ 2 പേജിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഒരു ഷീറ്റിൽ തന്നെ കുറച്ച് സൈസ് കുറച്ചിട്ട് കോളംസ് വരച്ചു കൊടുക്കാം. അതായത് നമുക്ക് 2 ബോക്സ് ആവശ്യമുണ്ട്. ഒന്ന് ഹാബിറ്റ്സും ഡേറ്റ്സും എഴുതാൻ വേണ്ടിയിട്ടും, പിന്നെ ഒന്ന് നമ്മൾ ചെയ്ത ഹാബിറ്റ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും. അതായത് നമ്മൾ ഇന്ന് എത്ര ഹാബിറ്റ്സ് ചെയ്തു എന്നുള്ളത് മാർക്ക് ചെയ്യാൻ. ഞാനിത് 2 സൈഡിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അധികം ഡെക്കറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഓഗസ്റ്റ് ഹാബിറ്റ് ട്രാക്കറിന്ന് ബ്രഷ് പെൻ വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തെടുക്കാം. നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ടോട്ടൽ 13 ഹാബിറ്റ്സാണ് എഴുതുന്നുള്ളത്. അപ്പം നമ്മൾ മാർക്ക് ചെയ്യേണ്ട ഭാഗത്ത് മുകളിൽ നിന്ന് താഴേക്ക് വേണം എഴുതാൻ വേണ്ടിയിട്ട്. 13, 12, 11 അങ്ങനെ വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഇന്ന് 13 ഹാബിറ്റ്സ് ചെയ്താൽ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് 12 ചെയ്തിട്ടുള്ളെങ്കിൽ 12, അങ്ങനെ ഓരോ ദിവസവും മാർക്ക് ചെയ്ത് കൊടുക്കുക. ആൻഡ് ലാസ്റ്റ് മന്ത് എൻഡ് ആവുന്ന ടൈമിന് നമുക്ക് ഇതെല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു ഗ്രാഫ് കിട്ടും. സംഭവം അടിപൊളിയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല.